നമ്മുടെ രാജ്യം ഏതാന്ന് നിങ്ങൾക്ക് അറിയാവോ? ഏതാ? ടീച്ചർ പറഞ്ഞു തന്നായിരുന്നല്ലേ നമ്മുടെ രാജ്യം ഏതാ? നമ്മുടെ രാജ്യം ഇന്ത്യ. ഏതാ? ഇന്ത്യ. അപ്പൊ നാളെ നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്തുവാ? സ്വാതന്ത്ര്യ ദിനം. എന്തുവാ? ആ കൊടി നല്ലോണം പിടിച്ചേ. അങ്ങനെ പിടിച്ചുകൂടാ കൊടി, നേരെ പിടി. നമുക്ക് നാളെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് കേട്ടോ. ആരാന്നറിയാം നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നേ? ഉറച്ചു പറഞ്ഞേ, ഉറച്ചു പറഞ്ഞേ. ആരാ? അയറിനെ ആരാ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നേ? ഗാന്ധിജി അപ്പൂപ്പ അല്ലേ? എന്നായിരുന്നു വാങ്ങിച്ചു തന്നേ? 1947 ഓഗസ്റ്റ് 15. ആരാ വാങ്ങിച്ചെന്ന് പറഞ്ഞേ? ഗാന്ധിജി അപ്പൂപ്പൻ ഇല്ലേ? നമ്മുടെ ദേശീയ പതാകയ്ക്ക് എത്ര നിറങ്ങളുണ്ടെന്നാ ടീച്ചർ പറഞ്ഞു തന്നേ? 3 നിറങ്ങൾ. എത്ര നിറങ്ങളാ? കുങ്കുമം, വെള്ള, പച്ച. അപ്പൊ അതിന് നടുക്കായിട്ട് എന്തുണ്ട്? അശോക ചക്രം ഉണ്ട് അല്ലേ? ടീച്ചർ വരച്ചതിനകത്തില്ല, അതുകൊണ്ട് നമ്മുടെ പടത്തിനകത്തുണ്ട് കേട്ടോ. അല്ല, കുങ്കുമം, വെള്ള, പച്ച. അപ്പൊ 3 നിറങ്ങളാണ് നമ്മുടെ ദേശീയ പതാകയ്ക്കുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നാളെ പരിപാടിയൊക്കെ നടത്തത്തില്ലേ? രാവിലെ ദേശീയ പതാക ഉയർത്തണം, പായസം വെക്കണം, മിഠായി കൊടുക്കണം, നിങ്ങളുടെ പരിപാടികൾ നടത്തണം അല്ലേ? ഒത്തിരി പരിപാടികളുണ്ട് ഓഗസ്റ്റ് 15 അല്ലേ? ഇനി ഇപ്പൊ നമുക്ക് ഒരു പാട്ട് ടീച്ചർ പാടിത്തരാം കേട്ടോ. എല്ലാവരും കൂടെ പാടണേ. മൂവർണ്ണക്കൊടി കണ്ടില്ലേ, ഭാരതനാടിൻ കൊടിയല്ലേ, മേലെ കുങ്കുമ നിറമാണ്, താഴെ കാണാം പച്ച നിറം, ഇടയിൽ വെള്ള നടുക്കായി തികവിൻ ചക്രവുമുണ്ടല്ലോ, പൂക്കുക സോദര പൂക്കുക സാദരമീ കൊടിയെ, കാക്കുക ഭാരതമാതാവേ, പൂക്കുക സാദരമീ കൊടിയെ, കാക്കുക ഭാരതമാതാവേ, കൊടി കണ്ടില്ലേ, ഭാരതനാടിൻ കൊടിയല്ലേ, മേലെ കുങ്കുമ നിറമാണ്, താഴെ കാണാം പച്ച നിറം, ഇടയിൽ വെള്ള നടുക്കായി തികവിൻ ചക്രവുമുണ്ടല്ലോ, പൂക്കുക സാദരമീ കൊടിയെ, കാക്കുക ഭാരതമാതാവേ, കാക്കുക ഭാരതമാതാവേ. എന്തിനെ പറ്റി? ആനയുടെയും വണ്ടിൻ്റെ താമരയുടെ. ഇന്ന് ടീച്ചർ പറഞ്ഞു തരാൻ പോന്നേ, നമുക്ക് നാളെ സ്വാതന്ത്ര്യ ദിനമല്ലേ? അപ്പം അതിനെപ്പറ്റിയൊരു കഥ പറഞ്ഞു തരാം കേട്ടോ. തോന്നിരുന്നേ ഐറിൻ. അപ്പം ഇന്നത്തെ കഥയുടെ പേര് കുട്ടിയും തത്തയും. എന്തോ കഥയുടെ പേര്? കുട്ടിയും തത്തയും. പണ്ടൊരിടത്ത്, കേട്ടോണ്ടിരുന്നാൽ മതി, പിന്നെ ടീച്ചർ പറയുമ്പം പറഞ്ഞാൽ മതി കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം ആദ്യം. പണ്ടൊരിടത്ത് രാമു എന്നു പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. മിണ്ടാതിരിക്കും, ടീച്ചർ പറയുന്ന കേട്ട് ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞ് കേട്ടോ. ഒരിടത്ത് രാമു എന്നു പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആരാ? രാമു എന്നു പേരുള്ള കുട്ടി. ടീച്ചർ ഇടയ്ക്ക് ചോദ്യം ചോദിക്കുക, അപ്പം നിങ്ങൾ ഉത്തരം പറയണം. രാമു എന്നു പേരുള്ള
കുട്ടി ഉണ്ടായിരുന്നു. എന്താ പേര് കുട്ടിയുടെ? നമ്മുടെ കഥയുടെ പേരെന്തുവാ? കുട്ടിയും തത്തയും. എന്തോ കഥയുടെ പേര്? കുട്ടിയും തത്തയും. അപ്പോൾ ഒരിടത്ത് രാമു എന്ന് പേരുള്ള കുട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം പറമ്പെന്ന് പറഞ്ഞാൽ അറിയാവോ? നമ്മളെ സ്ഥലം, വസ്തു ഉള്ളതിൻ്റെ പറമ്പ്. നമ്മളെ വീടൊക്കെ വെച്ച് നമുക്ക് കുറേ മുറ്റങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ചെടിയൊക്കെ വയ്ക്കുന്നേ? ചെടിയൊക്കെ വയ്ക്കുന്ന മുറ്റമൊക്കെ ഇല്ലേ? അവിടെ അതിന് ഒരുപാട് സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അതിന് പറമ്പെന്ന് പറയും നമ്മൾ, കേട്ടോ. പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രാമുവിനൊരു കിളിക്കുഞ്ഞിനെ കിട്ടി. എവിടാ കളിച്ചുകൊണ്ടിരുന്ന രാമുവിന് എന്തോ കിട്ടിയേ? ഉറച്ചു പറ. ഒരു കിളിക്കുഞ്ഞിനെ കിട്ടി. എവിടുന്നാ കിളിയൊക്കെ എവിടാ കൂട് വയ്ക്കുന്നേ? എവിടാ കൂട് വയ്ക്കുന്ന കിളിയൊക്കെ? മരത്തിലല്ലേ? മരത്തിൻ്റെ ചില്ലയിലും എന്തൊക്കെ വെച്ചാ? നാരും കൊച്ചു കൊച്ചു കമ്പുകളും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് അതൊരു കൂടുണ്ടാക്കും. അതിൻ്റെ വീടാണ് അത് തന്നെ ശരിയാക്കിയെടുക്കും, കേട്ടോ. അങ്ങനെ എങ്ങനെയോ ആ കൂട്ടിനകത്തുനിന്ന് താഴെ വീണ് പോയി, കേട്ടോ. അപ്പോൾ അതിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ദൂരെയൊക്കെ പറന്ന് പോയപ്പോൾ ഇതൊറ്റയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ എങ്ങനെയോ ഇനി തറയെ വീണ്, കേട്ടോ. രാമു അതിനെ എടുത്ത് രാമുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. രാമു അതിനെ എടുത്ത് രാമുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എവിടാ കൊണ്ടുപോയേ? എന്നിട്ട് അതിനൊരു പുതിയ കിളിക്കൂടൊക്കെ വാങ്ങി അതിലിട്ട് രാമു അതിനെ വളർത്തി. എന്താ വെച്ചേ? പുതിയ കിളിക്കൂടൊക്കെ മേടിച്ച് ആ കിളിക്കൂടിനകത്തിട്ട് രാമു ആ കിളികളെയെല്ലാം വളർത്തി. ആ കിളിയെ വളർത്തി. കുറേ ദിവസം കഴിഞ്ഞപ്പം അതിന് എന്തൊക്കെയാണ് കൊടുത്തേ? പഴങ്ങളും പാലും ഒക്കെ. ചോറൊക്കെ കഴിക്കും, അത് കഴിക്കുമായിരിക്കും, കേട്ടോ. രാമു അതിന് എന്തോ കൊടുത്തത്? പാലും പഴവും ഒക്കെ വാങ്ങി കുറേ കൊടുത്ത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എന്താ ചെയ്ത്? കിളിക്കുഞ്ഞങ്ങ് വളർന്നു വലുതായി. എന്തോ ചെയ്ത്? വളർന്നങ്ങ് വലുതായി. നമ്മൾ ചോറും പാലുമൊക്കെ കുടിക്കുമ്പോൾ, അംഗൻവാടിയിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ നമ്മളും അങ്ങ് വെയിറ്റൊക്കെ വയ്ക്കത്തില്ലയോ? വളരത്തില്ലയോ? അതേ കണക്ക് രാമു പാലും പഴവും ഒക്കെ കിളിക്കുഞ്ഞിന് കൊടുത്ത് കിളിക്കുഞ്ഞങ്ങ് വളർന്നില്ലേ? രാമുവിനങ്ങ് ഭയങ്കര സന്തോഷമായി, കേട്ടോ. അവനെന്നും അവനെ പോയി കിളിക്കുഞ്ഞിനെ പോയി കൂട്ടിനടുത്ത് നിന്ന് നോക്കൂല്ലേ? അതിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അതിന് വേണ്ടതെല്ലാം അവൻ നൽകുകയും ചെയ്തു. എന്തൊക്കെ നൽകിയിട്ടും കിളിക്കുഞ്ഞിന് സങ്കടമായിരുന്നു. എന്തുവാ? രാമൻ പാല് മേടിച്ചു കൊടുത്ത്, പഴം മേടിച്ചു കൊടുത്ത്, നല്ല പുതിയ കൂട് മേടിച്ചു കൊടുത്ത്, പിന്നെന്തോ കൊടുത്തേ? അതിൻ്റെ അടുത്ത് പോയി എന്നും വളർന്നോന്ന് നോക്കും അല്ലേ? പെട്ടെന്ന് എന്ന് വളർന്നോന്നൊക്കെ നോക്കത്തില്ലേ? വളർന്നോന്നെല്ലാം നോക്കിയിട്ടും രാമു അതിനടുത്ത് സംസാരിച്ചിട്ടും അവനങ്ങ് കിളിക്കുഞ്ഞിനങ്ങ് സങ്കടമായിരുന്നു. എന്തുവായിരുന്നു? സങ്കടപ്പെട്ടിരിക്കും, കേട്ടോ. ഒരു ദിവസം രാമു കിളിക്കുഞ്ഞിനോട് ചോദിച്ച്, എന്തൊക്കെ നൽകിയിട്ട് നിനക്കൊരു സന്തോഷവും ഇല്ലല്ലേ? അല്ലേ? രാമു പാല് കൊടുത്ത്, പഴം കൊടുത്ത്, കൂട് കൊടുത്ത്, അതിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, അത് വളർന്നോന്ന് നോക്കുന്നു. എന്നിട്ടും കിളിക്കുഞ്ഞിനൊരു സന്തോഷമില്ല, സങ്കടം മാത്രമേ ഉള്ളൂ, അല്ലേ? ആര് ചോദിച്ച്? രാമു കിളിക്കുഞ്ഞിനോട് ചോദിച്ച്. ഇതെല്ലാം ഞാൻ ചെയ്യുന്ന നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ? അല്ലേ? ആണോ? എന്നിട്ട് നിനക്കൊരു സന്തോഷമില്ല. അപ്പം എന്തോ പറഞ്ഞേ കിളിക്കുഞ്ഞ്? എനിക്കിതൊന്നും വേണ്ട. എന്തോ പറഞ്ഞേ? എനിക്കിതൊന്നും വേണ്ട. ഈ കൂട്ടിനുള്ളിലെ സുഖജീവിതത്തേക്കാൾ എനിക്ക് പുറത്ത് സ്വതന്ത്രമായി പറന്ന് നടക്കണം. എന്ത് നടക്കണം? പറന്ന് നടക്കണം, അല്ലേ? അവനെ പിടിച്ച് കൂട്ടിനകത്ത് ഇട്ടപ്പം
അതിന് കിളിക്കുഞ്ഞിന് ഭയങ്കര സങ്കടമായി. അവൻ്റെ അമ്മയെ കാണാൻ പറ്റുന്നില്ല, അവൻ്റെ അച്ഛനെ കാണാൻ പറ്റുന്നില്ല, അവൻ്റെ കൂട്ടുകാരെ ആരെയും കാണാൻ പറ്റുന്നില്ല അല്ലേ. പാലും പഴവും പുതിയ കൂടും ഒക്കെ വാങ്ങിച്ച് രാമു കൊടുത്തില്ലേ. എന്നിട്ടും അതിനൊരു സന്തോഷമില്ലാതായില്ലേ. ആണോ? അപ്പോൾ എന്തോ സങ്കടത്തിൻ്റെ കാര്യം എന്തായിരുന്നു? എനിക്ക് പാലും വേണ്ട, പഴവും വേണ്ട, കൂടും വേണ്ട, എന്നെ ഒന്ന് സ്വതന്ത്രമായി പറന്ന് നടക്കാൻ അനുവദിച്ചാൽ മതിയെന്ന് ആര് പറഞ്ഞ്? കിളിക്കുഞ്ഞ് പറഞ്ഞ് അല്ലേ. കിളിക്കുഞ്ഞ് പറഞ്ഞു. എനിക്ക് ഇഷ്ടം അതാണ് ഇതല്ലേ. അപ്പം ഇത് കേട്ട് രാമു അതിനെ തുറന്നങ്ങ് വിട്ട്. എന്താ ചെയ്ത കിളിക്കുഞ്ഞിനെ? തുറന്ന് വിട്ട് അത് സ്വതന്ത്രമായി പോയി കളിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ആണോ? അപ്പം ഈ കിളിക്കുഞ്ഞിന് സ്വാതന്ത്ര്യം കിട്ടിയ കണക്കാണ് എന്താ കിട്ടിയത്? നമുക്കും സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് 15-ന് അല്ലേ. കിളിക്കുഞ്ഞ് പറന്നു പോയില്ലേ. നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടല്ലേ. അതാണ് ഈ കഥയുടെ ഗുണപാഠം. എന്തുവായി? സ്വതന്ത്രമാണ് നമുക്കെല്ലാത്തിനും വലുത് അല്ലേ. നമുക്ക് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ നടക്കണം, കളിക്കണം, ചിരിക്കണം, നിങ്ങളണക്ക് ഓടി നടക്കണം, കുരുത്തക്കേടുകളൊക്കെ കാണിക്കണം. ഇതാണ് കിളിയും ആഗ്രഹിച്ചത്. നമ്മൾ കൂട്ടിനകത്ത് പിടിച്ചിട്ട് ഒരു കിളിയെയും വളർത്താൻ പാടില്ല. അതിനെന്ത് വേണം? അതിനെ സ്വതന്ത്രമായി പറക്കാൻ വിടണം. നിങ്ങളെ ഇവിടെ ഇങ്ങനെ അംഗൻവാടി പറഞ്ഞു വിടുന്നില്ലയോ? കളിക്കുന്നില്ലേ? ഇവിടെ നിങ്ങൾ ഓടി നടന്ന് കളിക്കുന്നില്ലേ? ടീച്ചറിൻ്റെ നിന്ന് വഴക്കൊക്കെ പറയത്തില്ലേ, മറിഞ്ഞ് വീഴുമെന്നൊക്കെ പറഞ്ഞ്. അതിനെ കിളിക്ക് ഭയങ്കര സന്തോഷമായി. രാമു കിളിക്കുഞ്ഞിനെ തുറന്നു വിട്ടു. കഥ കൊള്ളാവോ? കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മുടെ കഥയുടെ പേരെന്തുവായിരുന്നു? നമ്മുടെ കഥയുടെ പേര്? കുട്ടിയും പറ, ഉറച്ചു പറ. തത്തയും. കുട്ടിയും തത്തയും അല്ലേ. എവിടുന്നാ രാമുവിന് ഈ കിളിയെ കിട്ടിയത്? എവിടുന്നാ രാമുവിന് കിളിയെ കിട്ടിയേ? എവിടുന്നാ കിട്ടിയേ? പറ, ശരിയാ. പറമ്പിൽ നിന്ന്. എവിടുന്നാ കിട്ടിയേ? രാമു കളിച്ചോണ്ടിരുന്നപ്പം പറമ്പിൽ നിന്ന് വീണതാ കേട്ടോ. അല്ല, വലിയ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് കിട്ടിയതായിരുന്നു പറമ്പിൽ. അതിനെന്തൊക്കെയാ മേടിച്ചു കൊടുത്തത് രാമു? എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്ത്? കൂട് മേടിച്ചു കൊടുത്ത്, പാൽ മേടിച്ചു കൊടുത്ത്, പഴം വാങ്ങിച്ചു കൊടുത്ത്. അതിനെ എന്നും ചെന്ന് കണ്ട് അത് വളർന്നോന്ന് നോക്കും, നല്ലോണം സംസാരിക്കും അല്ലേ. എന്നിട്ട് എന്തോ അതിന് കിളിക്ക് എന്തുവായിരുന്നു? സങ്കടമായിരുന്നില്ലേ. രാമു ഇതെല്ലാം മേടിച്ചു കൊടുത്തിട്ടും അതിൻ്റെ കൂട്ടുകാരെ കാണാൻ അതിനങ്ങ് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ രാമു രാമുവിൻ്റെ അടുത്ത് പറയും, എനിക്ക് ഇതൊന്നും വേണ്ട, എന്നെ ഒന്ന് തുറന്ന് വിട്ട് സ്വതന്ത്രനാക്കാൻ പറഞ്ഞില്ലേ. അങ്ങനെ രാമു ആ കിളിയെ ചെന്ന് സങ്കടപ്പെട്ട് തുറന്നു വിട്ട് അല്ലേ. അപ്പം മനസ്സിലായല്ലേ? സ്വതന്ത്രമാണ് നമുക്കെല്ലാത്തിനും വലുത്.